അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താ എല്ലാവരും വർത്താനം, സുഖമല്ലേ? കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടോ ഞാനൊരു വീഡിയോ എടുക്കുന്നത്. എൻ്റെ മോൾക്ക് ചെറിയൊരു സർജറി ഉള്ളതുകൊണ്ട് ഞാൻ കുറേ ആയിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. പിന്നെ ആണെങ്കിൽ വീഡിയോസ് എടുത്തിട്ടും കുറേ ആയിട്ടോ. ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടേനും, പക്ഷേ നമ്മളിങ്ങനെ ഓരോ കാര്യത്തിൽ തിരക്കായി പോയതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എനിക്ക് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇപ്പം എന്തായാലും അൽഹംദുലില്ലാ ഓളെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഇന്നിപ്പം സൺഡേ ആണ്. വ്യാഴാഴ്ച നമ്മൾ വൈകുന്നേരമല്ല, ഒരു മഗ്രിബിന് ശേഷമാണ് വീട്ടിലെത്തിയത് ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ എല്ലാവർക്കും അറിയാൻ മതിയല്ലോ, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞാലൊരു ക്ഷീണം ഉണ്ടാവും. നമ്മൾ എത്ര ഹോസ്പിറ്റലിൽ കിടക്കാൻ ഇരിക്കാൻ കഴിഞ്ഞ് വെറുതെ ഇരിക്കായിരിക്കും ഹോസ്പിറ്റലിൽ, പക്ഷെ എന്നാലും നമുക്കങ്ങനെ ഭയങ്കര ഒരു ക്ഷീണമായിരിക്കും. പിന്നെ വീട്ടിൽ നമുക്ക് ഒരുപാട് പണിയും ഉണ്ടാവുമല്ലോ നമ്മൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ. ഞാനാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രമേ വീട്ടിൽ വന്നിരുന്നു. വേഗം വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് ഫ്രഷായി അങ്ങനെ തിരിച്ചു പോക്കും. അങ്ങനെയും വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാൻ തന്നെ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഫുഡ് വരുന്ന വഴിക്ക് തന്നെ ഫുഡ് വാങ്ങിയിട്ട് വന്ന് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് വേഗം ഫ്രഷായി ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ ആയിരുന്നു കേട്ടോ ഈ ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ ഓളിപ്പം മാഷാഅല്ലാഹ് ഓക്കെയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് തുടങ്ങുകയാണ്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പഴംപൊരി പിന്നെ പൊരിച്ച പത്തിരി അതാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ച പത്തിരി. മക്കൾക്കാണെങ്കിൽ പഴംപൊരിയും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ നമ്മളിവിടെ നല്ല മുരിഞ്ഞ പൊരിച്ചത്തിരി കിട്ടും. അപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ പോയിട്ട് ഇക്കാവും ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചത്തിരി. അപ്പം രാവിലെ പോയി പൊരിച്ചത്തിരി വാങ്ങി വരും. പിന്നെ ആ ഒരു പൊരിച്ചത്തിരി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പത്തിരി കഴിക്കാനുള്ള ആ ഒരു വിശപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലില്ല സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കേട്ടോ. ഇപ്പം 2 ദിവസമായിട്ട് ഇസാനിപ്പോൾ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ ഓന് ഉമ്മൻ്റെ അടുത്തേനു. അപ്പോൾ പിന്നെ ഓനക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. ഓനിപ്പോൾ ഒരാഴ്ചയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നാളെ മുതൽ പറഞ്ഞയക്കണമെന്ന് വിചാരിക്കുന്നില്ല, നാളെ എന്തായാലും പറഞ്ഞയക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മൻ്റെ അടുത്ത് ആയതുകൊണ്ട് ഓനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവൻ്റെ ഓട്ടോ വരുന്നത് നമ്മളെ വീട്ടിലേക്കാണ്. പിന്നെ ഡെയിലി നമ്മളാണെങ്കിലും ഹോസ്പിറ്റലിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ പറഞ്ഞയക്കാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പോൾ രാവിലെ ചായ ഉണ്ടാക്കാം കേട്ടോ. കട്ടൻ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച്. പിന്നെ ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നുണ്ടേനു. ജമാന എണീറ്റ് വന്ന് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ചില സമയത്ത് നല്ല സ്വഭാവമായിരിക്കും, ചില സമയത്ത് ആകെ മുഖം ഭയങ്കര ഇതായിരിക്കും, ഒന്ന് വാശിയായിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് നേരം വാശിയൊക്കെ പിടിച്ചിട്ടോ. പിന്നെ ഇസാന് ഉറങ്ങി എണീച്ചിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ മൂപ്പര് വേഗം എൻ്റെ അടുത്തേക്ക് വന്ന്. ഓനക്ക് ഭയങ്കര അസൂയാണ്. ഇസാനും എസിയോ ഓന് തെറ്റാണെങ്കിൽ ഞാൻ വേഗം ചെയ്യുന്ന പണി ഇസാനും പോയിട്ട് കൊഞ്ചിക്കും. അത് കാണുമ്പോൾ ഓന് അസൂയപ്പെട്ടിട്ട് വേഗം അവൻ്റെ വാശിയൊക്കെ മാറ്റിയിട്ട് ഓന് വേഗം വരികയും ചെയ്യും. ഇനിയിപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ടാട്ടോ ചായ കുടിക്കുന്നത്. ഇസാനും അവൻ്റെ പപ്പ പുറത്തു പോയതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതേനു. അപ്പം പപ്പ വന്നിട്ടേ കുടിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓൻ അവിടെ അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. ജമാന് പിന്നെ വേഗം ഓന് ഫുഡ് കഴിക്കാണ്. ഹെസീം പിന്നെ വേഗം ഫുഡ് കഴിച്ചു. ഹെസീം അങ്ങനെ ഒരു പൊരിച്ചത്തിരി പൊരിച്ചത്തിരിയല്ല എന്ത് മിൽക്ക് കേക്കോ അത് മതി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ കഴിക്കാണ്. പിന്നെ വിചാരിച്ചു എണീറ്റ പാടെ അത് കഴിച്ചിട്ട് പിന്നെ എഗ്ഗൊക്കെ ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടേനു, അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം ഞാൻ മക്രോണി ഉണ്ടാക്കുകയാണ് കേട്ടോ, എഗ് മക്രോണി. ഇക്കാവ് രാവിലെ പഴംപൊരി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് മക്രോണി ആയിരുന്നു. പിന്നെ വെറുതെ തന്നെ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ഒരു കറി ഉണ്ടാക്കണം, അങ്ങനെ കുറേ പണിയല്ലേ. ഇതാകുമ്പോൾ പിന്നെ വേഗം കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഗ് മക്രോണി ഉണ്ടാക്കുകയാണ്. ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം നിന്ന് വന്നപ്പോഴേക്കും അവിടെ ഉറുമ്പ് വന്നിക്കുന്നു കേട്ടോ. പഞ്ചസാര പാത്രത്തിലൊക്കെ നിറയെ ഉറുമ്പേനു. പിന്നെ ഓരോ മൂലയിലും അങ്ങനെ ഉറുമ്പ് വന്നിക്കണേനും. പിന്നെ എല്ലായിടത്തും ഉറുമ്പ് പൊടി, ചില സ്ഥലത്ത് ഉറുമ്പ് പൊടി ഇട്ട് ചില സമയത്ത് മറ്റേ ചോക്ക് ഉണ്ടല്ലോ, ആ ചോക്ക് കൊണ്ടൊക്കെ വരച്ചു കൊടുത്തിട്ടോ. ലാസ്റ്റ് ഞാൻ പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് പോകുന്നേ ഇല്ലേ എന്തൊക്കെ കളിച്ചിട്ടും അതിന് പിന്നെ ഒക്കെ വേറെ ടിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിലൊക്കെ ഇട്ടിട്ടോ. പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര പൂതി വെച്ച് വാങ്ങിയിട്ടുള്ള ആ ഒരു 3 സെറ്റ് പാത്രമായിരുന്നു. കോഫി
പിന്നെ ഷുഗർ ടീ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ പഞ്ചസാര ഇടായിട്ടാണെങ്കിൽ ഭയങ്കര പൊറുതിക്കേട് കൊണ്ടുവരും. പക്ഷെ ഇനിയിപ്പം തൽക്കാലം ഉറുമ്പൊക്കെ പോയിട്ടേ അതിൽ പഞ്ചസാര ഇടൽ നടക്കുകയുള്ളൂ. കോഫീൻ്റെ ടിന്നിലെല്ലാം ഞാൻ കോഫി ഇട്ട് വെക്കല്ലേ കേട്ടോ. കാരണം ഞാൻ 2 തവണ കോഫി ഇട്ട് വെച്ച സമയത്തും കോഫി ഭയങ്കരമായിട്ട് എന്താ പറയുക കോഫി പൗഡർ അതിൽ മെൽറ്റായി പോവാണ്. അതിന് മൂടിക്ക് അത്ര ടൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ പിന്നെ കോഫി പൗഡർ ഫ്രിഡ്ജിൽ തന്നെ കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കലും. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കളർ ചേഞ്ചായി കേടാവുന്ന പോലെ അത് അങ്ങനെ ആവുന്നത് പോലെ തോന്നലുണ്ട്. പിന്നെ കോഫി പൗഡറൊക്കെ പിന്നെ ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ. ഇതിപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ നോർമലി തക്കാളി ഇടുക, പിന്നെ മല്ലിയില, പുതിന, കറിവേപ്പില അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ നല്ലപോലെ വാടി വന്നപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് മുളക് പൊടി ഇടാൻ ഭയങ്കര പേടിയാണ്. കാരണം ഞാനിപ്പം ഈയിടെയായിട്ട് എത്ര മുളക് കുറച്ചിട്ടാലും അത് കൂടി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാക്കിയപ്പം അതിൽ കറക്റ്റ് മുളക് ചെയ്യുന്നു കേട്ടോ. ഞാൻ പേടിച്ചിട്ടാണ് ഇപ്പോൾ ഇടൽ. കാരണം ഇവർ മക്കൾ എന്ത് പറഞ്ഞാലും കഴിക്കില്ല. നല്ല എരിവുണ്ട് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കും. അതുകൊണ്ട് എനിക്ക് മുളക് പൊടി ഇടാൻ പേടിയാണ്. ഇത് പിന്നെ കുറച്ച് മുളക് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു 2 ആളും കഴിക്കുന്നില്ല. പക്ഷെ ഇതിൽ മുളക് പൊടി കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാനൊരു 3 എഗ്ഗ് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ മക്രോണി ഷെല്ല് വേവിച്ചിട്ട് അത് ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേനു. പിന്നെ അതായത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടോ. ജസ്റ്റ് ഒന്ന് എനിക്ക് ഡ്രൈ ആയ പോലെ തോന്നിയപ്പോൾ എന്നിട്ട് ഞാൻ അതിലേക്ക് മുട്ട നല്ലോണം വേവുന്നതിന് മുന്നേ തന്നെ ഞാൻ മക്രോണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട വേവുന്നതിന് മുന്നേ തന്നെ മക്രോണി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുട്ട നല്ലോണം വെന്തിട്ട് മക്രോണി ചേർക്കുമ്പം അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇനിയിപ്പോൾ ഞാൻ ഊറ്റി വെച്ചിട്ടുള്ള മക്രോണി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സിമ്മിലിട്ടൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ടയും മക്രോണിയൊക്കെ ഒന്ന് സെറ്റായി ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവുന്ന വരെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പോഴേക്കും ഇക്ക സാധനമൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഉച്ചക്ക് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്, ബീഫ് ബിരിയാണി. അപ്പം അതിലേക്കുള്ള ബീഫും പിന്നെ സാധനങ്ങളും ഒക്കെ വാങ്ങി വന്നതേനു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഡ്രീം കേക്കിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമും പിന്നെ കോൺഫ്ലവർ പിന്നെ എനിക്ക് ആവശ്യത്തിന് വാങ്ങിയതാണ്. അതൊക്കെ വാങ്ങിയിട്ടുണ്ടേനു. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. പക്ഷെ അതെപ്പോഴും അതൊരു പരാതിയാണ്. ഞാൻ വന്നാൽ മാത്രമേ ഈ ഫുഡ് ഉണ്ടാക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ കാണാൻ ഓരോ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നത്, ഞാൻ വരുമ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കില്ല എന്നുള്ളത് അതൊരു സത്യം തന്നെയാണ് കേട്ടോ. കാരണം ആൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും ടൈമില്ലാത്ത പോലാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ ടൈമുണ്ട്. അപ്പോൾ ഞാൻ ഈവനിങ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഉച്ചക്കായാലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും.
ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാട്ടോ വന്നത്. ആവശ്യങ്ങൾ എന്നല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഫുള്ള് തിരക്കേനും വീട് മാറലും പിന്നെ ഹൗസ് വാമിങ്ങിന് വിളിക്കാൻ പോക്കും പിന്നെ ഹസ്ബൻഡ് ഫിസിയോതെറാപ്പി അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ തിരക്കേനും കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത്. പിന്നെ നമ്മൾ കുടിൽക്കൽ വിളിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം രാവിലെ അരിഞ്ഞ് രാത്രിയൊക്കെ ആയിരിക്കും വരുത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കലും പിന്നെ എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കലൊക്കെ ഭയങ്കര കുറവാണ്. എന്തെങ്കിലുമൊക്കെ സ്പീഡ് ഉണ്ടാക്കുന്നതൊക്കെ വേഗം തട്ടിക്കൂട്ടലാണ്. പിന്നെ ഇപ്രാവശ്യം വന്ന സമയത്താണെങ്കിൽ ഇപ്പം ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം വന്ന സമയത്ത് ഫുൾ ഹോസ്പിറ്റൽ, ഫസ്റ്റത്തെ 2 ദിവസമൊക്കെ ബാക്കി ദിവസം ഫുള്ള് ഹോസ്പിറ്റലിനും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് ഇനിയിപ്പം നാളും കൂടിയേ ഉള്ളൂ, ചൊവ്വാഴ്ച അങ്ങനെ അന്ന് പോവും. അപ്പം പിന്നെ ചോദിച്ചു എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന്. അപ്പം പിന്നെ ഡ്രീം കേക്കിന് പൂതിയുണ്ട് എന്ന് പറഞ്ഞപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബീഫ് ബിരിയാണിയും ആളെ ഫേവറേറ്റ് ആണ്, അപ്പം അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീഫ് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ മല്ലിയിലയും അതും ഇതൊക്കെ ഇങ്ങനെ ഒതുക്കി ഇതേപോലെ വെക്കലാണ്. ശരിക്കും ഈ മക്രോണി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയാൽ ആ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴേക്കും മക്രോണീൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടേനും. പക്ഷെ എന്നാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എരിവൊക്കെ പാകത്തിനേനും. അതിന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷന്, എരിവ് കൂടുമെന്നുള്ളത്. പക്ഷേ എരിവൊക്കെ പാകത്തിനാണ്. പിന്നെ എഗ് മക്രോണിയും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ എഗ്ഗൊക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനിയിപ്പോൾ അതാ ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസമായിട്ട് കുറച്ച് മുന്തിരി വാങ്ങി വെച്ചതുണ്ടേനു കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ബോൾ ഗ്രേപ്സ് ഇല്ലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ജസ്റ്റ് കഴുകിയിട്ട് അതിൽ കുറേ കേടായതുണ്ടേനു കേട്ടോ. അങ്ങനെ നല്ലപോലെ കഴുകി ആ കേടായതൊക്കെ മാറ്റി പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയിൽ കുറച്ച് നേരം ഇട്ട് വെച്ചു. വെള്ളത്തിൽ ബേക്കിംഗ് സോഡ മുന്തിരിയും കൂടി കുറച്ച് നേരം ഇട്ട് വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ വെള്ളം ഒന്ന് തിളച്ചിട്ട് പിന്നെ ബോൾ ഗ്രേപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം മക്കൾ കുടിക്കുമോ ഞാൻ കുടിക്കുമോ എന്നൊന്നും എനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷേ ഈ മുന്തിരി ഇങ്ങനെ വെറുതെ കിടക്കുന്നത് കണ്ടപ്പോഴേ ഇതെന്തായാലും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളും കഴിക്കില്ല, ഞാനും തീരെ കഴിക്കില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കുറച്ച് തണുപ്പൊക്കെ ഐസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുടിക്കാൻ മതിയാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആക്കി വെക്കലാണ്. പിന്നെ നമ്മൾ അതവിടെ തിളയ്ക്കാൻ വെച്ചിട്ട് ഞാനും മിക്കയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോഴേക്കും അത് തിളച്ച് ജസ്റ്റ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതാ ഇതേപോലെ. പിന്നെ ഈ ഒരു മുന്തിരി കൊണ്ടാണോ ആ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നല്ല കളറുള്ള മുന്തിരി കൊണ്ടായിരിക്കും ബോൾ ഗ്രേപ്സ് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ എന്തായാലും ഇതുകൊണ്ടൊന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് ബീഫ് ബിരിയാണിയാണ് എന്ന്. അപ്പം ഞാൻ ബീഫ് ബിരിയാണിക്കുള്ള ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ, ഈ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യൽ. ഇതിപ്പം ഇക്ക വന്നതിന് ശേഷം വാങ്ങി തന്നതാണ് ഈ ഒരു കത്രിക മീൻ മുറിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ കത്തി വെച്ചിട്ടാണ് കേട്ടോ മീൻ മുറിക്കൽ. അപ്പം ആൾ മീൻ മുറിക്കുന്ന സമയത്ത് കത്രിക കൊണ്ട് മീൻ മുറിക്കാനാണ് എളുപ്പം, കത്തി കൊണ്ടാണെങ്കിൽ വേഗം കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നതേനും. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു കത്രിക കൊണ്ട് മീനും മുറിക്കുന്നുണ്ട്, ചിക്കനും ബീഫും എല്ലാം മുറിക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാമെന്നേനല്ലോ വിചാരിച്ചത്. പിന്നെ ടൈം കുറേ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഫുഡൊക്കെ കഴിച്ച് പിന്നെയും വേറെ ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല പോലെ ടൈം പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു വേഗം നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കാമെന്നുള്ളത്.
പിന്നെ ഹെസക്കാണെങ്കിൽ ഇപ്പം സർജറി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ബിരിയാണി പൂതിയാണ്. ബിരിയാണി മതി എന്നാണ് പറയൽ. അപ്പോൾ പിന്നെ ഓള് പറഞ്ഞു എനിക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ആദ്യമേ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനല്ലേ വിചാരിച്ചത്, അപ്പോൾ എന്തായാലും ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ ഞാൻ ഫസ്റ്റ് 2-3 പീസ് ചെറുതാക്കി കട്ട് ചെയ്തിട്ടോ കറിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാനത് അവിടെ മാറ്റി വലിയ പീസ് ഉണ്ടാക്കി കട്ട് ചെയ്തു. ഇതിപ്പം ഒരു 1 kg ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 1/2 kg ഫ്രിഡ്ജിലേക്ക് മാറ്റി ബാക്കി 1/2 kgയിലാട്ടോ ഉണ്ടാക്കുന്നത്. കാരണം അമ്മക്ക് ഈ ഒരു 1/2 kg തന്നെ മതി. എന്നിട്ട് ഞാൻ അതിലേക്ക് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് കുരുമുളകും ഗരം മസാല പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഉപ്പ് ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഈ ഐറ്റംസ് ഞാൻ ഇതിൽ ചേർക്കുന്നേ ഇല്ല. ജസ്റ്റ് ഗരം മസാല പെരുംജീരകം പിന്നെ പെപ്പർ പൗഡർ കേട്ടോ, അതും വേണം. പെപ്പർ പൗഡറും ഇത്രയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു ബീഫ് വേവുന്നത് വരെ വിസിൽ കുക്ക് ചെയ്തെടുക്കാം. ഇന്നത്തെ എൻ്റെ മെയിൻ ഹെൽപ്പർ ഇക്കാണ് കേട്ടോ. കാര്യം വേറൊന്നുമില്ല, എനിക്ക് 2 ദിവസമായിട്ട് നല്ല പല്ല് വേദനയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ഒരുവിധം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. ചില സമയത്ത് ഭയങ്കര വേദന ആയിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയായാലും നമുക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ ആണെങ്കിൽ വേദന എന്ന് പറഞ്ഞിട്ട് കിടക്കാം. ഇതിപ്പോൾ എന്തായാലും അങ്ങനെ കിടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും എണീറ്റ് ഫുഡ് ഉണ്ടാക്കണം. പിന്നെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെസ പറഞ്ഞും ചെയ്തു നോക്ക് ബിരിയാണി മതി. പിന്നെ ഇക്കയും നാളെ പോവല്ലേ, അപ്പോൾ എന്തായാലും ഒന്ന് ബിരിയാണി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഫുൾ കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി തരാം, ഈ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ പിന്നെ ആൾ എനിക്ക് എല്ലാ ഐറ്റംസും കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം കുക്ക് ചെയ്തത് മൂപ്പർ തന്നെയും. കാരണം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ വേഗം ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്നു. അപ്പോൾ പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പം അതേപോലെ ഉണ്ടാക്കി. പിന്നെ ഞാനങ്ങനെ വല്ലാണ്ട് പറഞ്ഞു കൊടുത്തതാക്കേണ്ട ആവശ്യമില്ല, ആൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. കാരണം ഒരാടെ ബിരിയാണി നെയ്ച്ചോറ് അതൊക്കെ നല്ലപോലെ ഉണ്ടാക്കും. മീൻ കറി മീൻ കട്ടയും അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിച്ചണിലെ ആവശ്യം ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നിന്നു. അങ്ങനെ ഇതാ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടുന്നുണ്ട്. പിന്നെ കുക്കറിൽ ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ എഗ്ഗും പഞ്ചസാരയൊക്കെ നല്ലപോലെ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആക്കി വെച്ചിട്ടുണ്ട്. ഓവണും ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഓവനിൽ കേക്ക് ഉണ്ടാക്കുന്നതിനോട് തന്നെ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര എളുപ്പമായിട്ടും നല്ല ആ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നുണ്ട്. ഫസ്റ്റത്തെ 2 പ്രാവശ്യം ഉണ്ടാക്കിയപ്പം ജസ്റ്റ് ഒന്ന് ഫ്ലോപ്പായി പോയിട്ടോ ഞാൻ ഓവനിൽ കേക്ക് ഉണ്ടാക്കിയ സമയത്ത്. പിന്നെ ഇപ്പം മസാല നല്ല രീതിയിൽ കിട്ടുന്നുണ്ടേനു. പിന്നെ ഞാനിതാ കൊക്കോ പൗഡറും മൈദയും പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടേനു. ഈ ഒരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് പോയി കാണാം. നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു ഡ്രീം കേക്ക്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഡ്രീം കേക്ക് തന്നെയാണ് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്ന ഡ്രീം കേക്കിനേക്കാളും ഞാൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. കാരണം അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടേനു. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം ട്രേയിലേക്ക് ആക്കിയിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് കേട്ടോ. 30 അല്ലെങ്കിൽ 25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കും.
പിന്നെ അതാ എൻ്റെ കേക്കിൻ്റെ പണി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടു. അപ്പോഴേക്കും ഈ ഉള്ളി ആ സംഭവങ്ങളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടേനു. ഇനി ഇതിലേക്ക് നേരെ ബീഫ് ഇട്ട് കൊടുക്കും. പിന്നെ ഈ ഒരു ബീഫ് വേവിച്ച ആ ഒരു സ്റ്റോക്കിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് റൈസിന് കിട്ടുക ആ ഒരു ബീഫിൻ്റെ സ്റ്റോക്കിൽ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത്. പിന്നെ അതാ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറിയതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തിട്ടോ. ആ ഒരു സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു നെയ്ച്ചോറിൻ്റെ ആ ഒരു ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഞാൻ കഴുകി വെച്ചിട്ടുള്ള അരി കൂടി ഇട്ടിട്ട് അരി ഒന്ന് നല്ലപോലെ വറുത്തെടുക്കും. പിന്നെ നെയ്ച്ചോറിലേക്കുള്ള ആ ഒരു വെള്ളം ഞാൻ ഓൾറെഡി ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ സ്റ്റോക്ക് ഓൾറെഡി ചൂടുണ്ട്. പിന്നെ അതിലേക്കുള്ള ബാക്കി വെള്ളവും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു അരി വറുത്ത് വെക്കുന്ന സമയത്ത് നല്ല ചൂട് വെള്ളം വേണം ഒഴിക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ പണി പാളും. അപ്പം ഞാനിതാ നല്ലപോലെ അരിയൊക്കെ വറക്കട്ടെ. അപ്പോഴേക്കും ഏകദേശം മസാലയും സെറ്റാവുന്നുണ്ട്. ഇനിയിപ്പോൾ ആ ഡ്രീം കേക്ക് ഉണ്ടാക്കാനുള്ളതൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാൻ ക്രീമൊക്കെ ബീറ്റ് ചെയ്തു, അതിലേക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം. എന്നിട്ട് ഞാനത് ഫസ്റ്റ് ഞാനൊരു ലെയർ ആ ഒരു സ്പഞ്ച് കേക്ക് ചോക്ലേറ്റ് കേക്ക് ലെയർ ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മിൽക്ക് എടുത്തിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടോ. ജസ്റ്റ് റോ മിൽക്ക്, അതിൽ ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. റോ മിൽക്ക് ഒന്ന് എടുത്ത് സ്പഞ്ച് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ഗനാഷാണ്. കുറച്ച് വിപ്പിംഗ് ക്രീമും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാന്ന്. നട്ട്സ് അതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഞാനൊന്ന് ചൂടാറിയതിന് ശേഷം ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്ന് സെറ്റായതിന് ശേഷമാണ് കേട്ടോ ജസ്റ്റ് ചോക്ലേറ്റ് അതിൻ്റെ മുകളിലാക്കിയിട്ട് പിന്നെ കൊക്കോ പൗഡറും കൂടി ഡസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും ഇതാമല്ല ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറേ നേരം റെസ്റ്റ് എടുക്കും കേട്ടോ. ഇന്നിപ്പോൾ ഏകദേശം അത്യാവശ്യം കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടയർഡായിട്ടുണ്ട്. ഫുഡ് കഴിച്ച് പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചാൽ എങ്ങനെയായാലും കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കണമല്ലോ. ഇതാ അവിടെ എൻ്റെ ജമാന് ഡോറൊക്കെ അടിക്കുന്നത്. ഞാൻ അങ്ങനെ സോഫയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോൾ ഓൻ്റെ പണി ഡോറൊക്കെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഓനങ്ങനെ ഡോറൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.